ഗാസയിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം. ഒക്ടോബറിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഹമാസ് സൈന്യത്തിന് നേരെ വെടിയുതിർത്തു എന്നാരോപിച്ചാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ബുധനാഴ്ച നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടതായി ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി സ്ഥിരീകരിച്ചു. വടക്കൻ ഗാസയിലെ ഗാസ സിറ്റിയിൽ 12 പേരും തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് മേഖലയിൽ 10 പേരുമാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ഗാസയിൽ പ്രവർത്തിക്കുന്ന തങ്ങളുടെ സൈന്യത്തിന് നേരെ ഹമാസ് വെടിയുതിർത്തുന്നും ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആരോപിച്ചു. ഇതിനു മറുപടിയായാണ് ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയത്. ഒക്ടോബർ 10 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. ഇതോടെ മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഗാസയിൽ സമാധാനം ഉറപ്പാക്കുന്നതിനായി ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ വിന്യസിക്കാൻ അനുമതി നൽകുന്ന 2803 പ്രമേയം ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി പാസാക്കി. അമേരിക്കയുടെ പിന്തുണയുള്ള ഈ പദ്ധതി ഗാസയുടെ പുനർനിർമ്മാണവും ഹമാസിന്റെ നിരായുധീകരണവും ലക്ഷ്യമിടുകയാണ്. ഗാസയ്ക്ക് പുറമെ ലെബനനിലെ പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. വെടിനിർത്തലിന് ശേഷം ലെബനിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണത്തിൽ 13 പേരോളം കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിൽ വിന്യസിച്ചിരിക്കുന്ന ഇസ്രായേൽ സൈനികരെ സന്ദർശിച്ചത് സിറിയയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇതെന്ന് സിറിയ പ്രതികരിച്ചു. ആക്രമണങ്ങൾക്കിടയിലും ഗാസയിലേക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിൽ വലിയ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ശൈത്യകാലം അടുത്തിരിക്കെ ഭക്ഷ്യചികിത്സാ സഹായങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനകൾ ആവശ്യപ്പെടുകയാണ്.